ജതൃനാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എന്നുവച്ചാൽ എവിടെയാണോ സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ദേവത വസിക്കുമെന്ന്. നാം ഇതെല്ലാം സമ്മതിക്കുന്നു, പക്ഷെ ചെയ്യുന്നത് എത്ര പേർ? ഇനി നിങ്ങൾ പറയും നാം സ്ത്രീകളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബഹുമാനിക്കുന്നുവെന്ന്, അവരുടെ ജന്മദിനത്തിന് അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിന് സമ്മാനങ്ങൾ നൽകുന്നുവെന്ന്. പക്ഷെ നാം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാകുമോ? ഒന്ന് ചിന്തിക്കൂ. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനു വേണ്ടി, അച്ഛനു വേണ്ടി, മകനു വേണ്ടി, ജ്യേഷ്ഠനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്നിട്ട് നാം അവർക്ക് വെറും ഒരു സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ വേണ്ട, വില കൂടിയ വസ്ത്രങ്ങളും വേണ്ട. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ആദരവാണ്, എല്ലാവരുടെയും മുന്നിൽ വച്ചും പിന്നെ ഏകാന്തതയിലും. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ സമർപ്പണമാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അവരിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടാക്കണം: നിങ്ങളുടെ ജീവിതയാത്രയിൽ അവർക്കും ഒരു സ്ഥാനമുണ്ടെന്ന്, തുല്യതയുടെ ഭാവമുണ്ടെന്ന്. അപ്പോൾ പറയുവാൻ സാധിക്കും, ജതൃനാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. രാധേ രാധേ.